ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ 2025-26 മെയിൻ എക്സാം നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, പരിപാലനമില്ലാത്ത വീടിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് എന്തിനെയാണ്? ഖുർആൻ അല്പം പോലും മനഃപ്പാഠമാക്കാത്തവരെയാണ് പരിപാലനമില്ലാത്ത വീടിനോട് ഉപമിച്ചത്. അടുത്തത് രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ് അഹ്ലുബൈത്ത്. മൂന്നാമത്തത്, കുട്ടിക്കാലത്ത് ചെറിയ ജോലികൾ ചെയ്തു കിട്ടിയ വരുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂത്താപ്പ അബൂ ത്വാലിബിന് നൽകി. ഓപ്ഷൻ ഡി, മൂത്താപ്പ അബൂ ത്വാലിബിന് നൽകി എന്നതാണ്. അടുത്ത നാലാമത്തത്, താഴെ കൊടുത്തവരിൽ സത്യവിശ്വാസികളുടെ ഉമ്മമാരിൽപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണ് സത്യവിശ്വാസികളുടെ ഉമ്മ. അപ്പോൾ അതിൽ ഹഫ്സ റളിയല്ലാഹു അൻഹ എന്ന ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയുത്തരം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ, പിതാവിൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരിൽ ഒരാൾ ആരാണ്? അപ്പോൾ അവിടെ ഓപ്ഷൻ എ സുബൈർ റളിയല്ലാഹു അൻഹു എന്നതാണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ. മനസ്സിലാക്കുക. അടുത്തത് ആറാമത്തത്, ഭക്ഷണം ലഭിക്കാൻ പ്രയാസമുണ്ടാവില്ല, ആയുസ് വർദ്ധിക്കും. ഭക്ഷണം ലഭിക്കാൻ പ്രയാസമുണ്ടാകില്ല, ആയുസ് വർദ്ധിക്കും. ആർക്കാണ്? ഓപ്ഷൻ സി, കുടുംബബന്ധം നിലനിർത്തിയാൽ ആയുസ് വർദ്ധിക്കും, റിസ്ക് വിശാലമാക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് അവിടെ കുടുംബബന്ധം നിലനിർത്തിയാൽ. ഏഴാമത്തത്, ഈ ലോകം അവസാനിക്കുന്നത് ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിൽ ഊതുമ്പോൾ. ഓപ്ഷൻ സി. അടുത്തത് 8, ബലി അറുക്കാൻ കൽപ്പന വന്നപ്പോൾ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ വയസ്സ് എത്രയായിരുന്നു? അപ്പോൾ അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, സലാസ അഷറ സനത്ത്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് 13 വയസ്സായിരുന്നു. 13 വയസ്സ്. ഒൻപതാമത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 വയസ്സ് പൂർത്തിയാവുന്നത് വരെ താമസിച്ചു. എവിടെയായിരുന്നു താമസിച്ചത്? ബനൂ സഅദ് ഗോത്രത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 വയസ്സ് പൂർത്തിയാകുന്നത് വരെ താമസിച്ചത്. ഹലീമ ബീവിയുടെ വീട്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് ഓപ്ഷൻ ബി എന്നതാണ്. അടുത്ത 10ാമത്തത്, പ്രവാചകത്വം എന്ന അർത്ഥമുള്ളത് എന്തിനാണ് ഇവിടെ താഴെയുള്ളതിൽ? ഓപ്ഷൻ ഡി, നുബുവത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചു, അത് പ്രവാചകത്വമാണ്. അടുത്ത 11, പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. ഓപ്ഷൻ എ. അടുത്തത്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഈ ദിക്ർ ചൊല്ലേണ്ട സന്ദർഭം എപ്പോഴാണ്? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഈ ദിക്ർ ചൊല്ലേണ്ടത്. ഓപ്ഷൻ സി. 13, തൂരി സീനാ മലയിൽ വെച്ച് നൽകപ്പെട്ടു. എന്താണ്? തൗറാത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിന് തൂരി സീനാ പർവ്വതത്തിൽ വെച്ചിട്ടാണ് നൽകപ്പെട്ടത്. അടുത്തത്, ഇഖ്ലാസ് സൂറത്തിൻ്റെ തുടക്കം ഖുൽ ഹുവല്ലാഹു അഹദ്. ഓപ്ഷൻ എ. 15ാമത്തത്, കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്ത് ഉൾപ്പെട്ട സൂറത്ത് ഓപ്ഷൻ ബി, സൂറത്തു തകാസുർ. അതിലാണ് കല്ലാ സൗഫ തഅലമൂൻ എന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് സൂറത്തിൻ്റെ തുടക്കം നേരത്തെ വന്നതുപോലെ പിന്നെ ഇത് ഏത് സൂറത്തിലുള്ള ആയത്താണ് എന്നൊക്കെ നമുക്ക് വരാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. ഇനി എന്താണ്? സുക്കൂനുള്ള നൂനിനെ ഇൽഹാർ മുത്തുലക്ക് ചെയ്യേണ്ടതിന് ഉദാഹരണം. ഇൽഹാർ മുത്തുലക്ക് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കിൻവാനുൻ, സിൻവാനുൻ, ദുന്യ, ബുന്യ ഇതിലാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി, കിൻവാനുൻ എന്നതാണ്. അടുത്തത് 17, മിർ റബ്ബിക്ക. ഇവിടെ ഈ ഉദാഹരണത്തിന് സുക്കൂനുള്ള നൂനിനെ പാരായണം ചെയ്യേണ്ടത് എങ്ങനെയാണ്? അപ്പോൾ അവിടെ സുക്കൂനുള്ള നൂനിനെ പാരായണം ചെയ്യേണ്ടത് ഉന്നത്ത് കൂടാതെയാണ്. ഉന്നത്ത് ചെയ്യാതെ റായിലേക്ക് ചേർത്തോതണം. സുക്കൂനുള്ള നൂനിനെ ഉന്നത്ത് ചെയ്യാതെ റായിലേക്ക് ചേർത്തോതണം. ഓപ്ഷൻ ബി ആണ് ശരിയായത്. അടുത്ത 18, അബദം ബിമ എന്നതിൽ മീമിൻ്റെ ഉദ്ദേശം എന്താണ്? മീമിൻ്റെ ഉദ്ദേശം ദം എന്ന തൻവീനിന് പകരം ഒരു മീമാണല്ലോ.
അവിടെ എന്താണ് തൻവീനിനെ ഇക്ലാബ് ചെയ്യണം എന്നതാണ് അവിടെ നമുക്ക് എഴുതാനുള്ള. തൻവീനിനെ ഇക്ലാബ് ചെയ്യണം എന്ന ഓപ്ഷൻ ഡി. അടുത്തതാ സൂറത്തുൽ ഖാരിയയിലെ ആകെയുള്ള ആയത്തുകൾ. സൂറത്തുൽ ഖാരിയയിൽ എത്ര ആയത്തുകളുണ്ട്? 11 ആയത്തുകളാണ്. സൂറത്തുൽ ഖാരിയയിൽ 11 ആയത്തുകൾ. അപ്പോൾ നമുക്ക് 3-ാം ക്ലാസ്സിൽ ഹിഫ്ലിന് വരുന്ന സൂറത്തുകളുടെ ഭാഗത്തു നിന്നാണ് ഇതൊക്കെ ചോദ്യം വരിക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കണം അടുത്ത എക്സാമിനൊക്കെ പഠിക്കുന്നവർ കേട്ടോ. 20-ാമത്തെ ചോദ്യം, സൂറത്തുൽ മുൽക്ക് ഖുർആനിലെ എത്രാമത്തെ ജുസ്ഇൻ്റെ തുടക്കമാണ്? എത്രാമത്തെ? 29-ാമത്തെ ജുസ്ഇൻ്റെ തുടക്കമാണ്. 29, 30 ജുസ് ആണ്. അതിൽ 29 സൂറത്തുൽ മുൽക്ക്, 30 സൂറത്തുൻ നബ. അടുത്തത് ഒരക്ഷരത്തെ അതിനു ശേഷമുള്ള അക്ഷരത്തോട് ചേർത്ത് ശബ്ദോടെ ഉച്ചരിക്കൽ. എന്താണ്? ഇദ്ആം. ഒരക്ഷരത്തെ അതിനു ശേഷമുള്ള അക്ഷരത്തിൽ ചേർത്ത് ശബ്ദ ചെയ്യുന്നതിനാണ് ഇദ്ആം എന്ന് പറയുന്നത്. ഇനി 22, ഖുറൈശ് സൂറത്തിന് തൊട്ട് മുമ്പുള്ളത്. സൂറത്തുൽ ഖുറൈശിന് മുമ്പുള്ളത് ഏതാണ്? സൂറത്തുൽ ഫീൽ. സൂറത്തുൽ ഫീലാണ് ഖുറൈശിന് തൊട്ട് മുമ്പ്. 105-ാമത്തെ സൂറത്തുൽ ഫീൽ, 106 ഖുറൈശ്. അപ്പോൾ അതങ്ങനെ ഓർഡർ മനസ്സിലാക്കണം കേട്ടോ. അടുത്തത് വിശുദ്ധ ഖുർആനിനും ഹിറാ ഗുഹയുമായുള്ള ബന്ധം. വിശുദ്ധ ഖുർആനിന് ഹിറാ ഗുഹയുമായുള്ള ബന്ധം എന്താണ്? ഖുർആനിലെ ആദ്യത്തെ ആയത്തുകൾ ഇറങ്ങിയ സ്ഥലം. ഓപ്ഷൻ സി. ഖുർആനിലെ ആദ്യത്തെ ആയത്തുകൾ ഇറങ്ങിയ സ്ഥലമാണ് ഹിറാ ഗുഹ. അപ്പോൾ ഓപ്ഷൻ സി ആണ്. ഇനി 24, നല്ലത് ചെയ്യാൻ അവസരം ലഭിക്കൽ എന്ന് അർത്ഥമുള്ളത്. എന്താണ്? നല്ലത് ലഭിക്കാൻ അവസരം ചെയ്യലിന് എന്താ പറയുക? തൗഫീക്ക് എന്നതാണ് നല്ലത് ചെയ്യാൻ അവസരം ലഭിക്കൽ എന്ന അർത്ഥമുള്ളത്. തൗഫീക്ക് എന്ന ഓപ്ഷൻ ഡി ആണ്. അടുത്തതെന്താണ്? 25, കഠിന ശിക്ഷ ലഭിക്കുന്ന ഒരു പാപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞത്. എന്തിനാണ്? ഓപ്ഷൻ എ, മൂത്രം ഒഴിച്ചതിന് ശേഷം ശുദ്ധിയാക്കാതിരിക്കുക എന്നതാണ് അവിടെ ശരി. അടുത്തതെന്താണ്? 26, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ച ഒരു വസ്ത്രധാരണം. ഏതാണ്? സ്ത്രീകൾ പുരുഷവേഷം ധരിക്കുക. ഓപ്ഷൻ സി, സ്ത്രീകൾ പുരുഷവേഷം ധരിക്കുക എന്നതാണ്. 27, ഫർള് നിസ്കാരങ്ങൾ നിർബന്ധമാക്കിയ മാസം റജബാണ്. ഓപ്ഷൻ ഡി, ഫർള് നിസ്കാരം നിർബന്ധമാക്കിയത് റജബ് മാസത്തിലാണ്. അടുത്ത 28, താഴെ കൊടുത്തവയിൽ നജസല്ലാത്തത്. ജീവനില്ലാത്ത മത്സ്യമാണ് നജസല്ലാത്തത്. മനുഷ്യൻ, മത്സ്യം, ജറാദ് ഇതൊന്നും ജീവനില്ലെങ്കിലും ചത്താലും നജസല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഓപ്ഷൻ ബി. 29, അള്ളാഹുവിൻ്റെ കലാം എന്ന് വിളിക്കപ്പെടുന്നത് ഏതിനാണ്? ഖുർആനാണ്. അള്ളാഹുവിൻ്റെ കലാം വിശുദ്ധ ഖുർആനാണ്. ഓപ്ഷൻ എ. 30, നിയ്യത്ത് ചെയ്യാതെ വുളൂ ചെയ്താൽ ശരിയാകില്ല. കാരണം എന്താണ്? വുളൂയിൻ്റെ ഫർള് ഒഴിവാക്കിയത് കൊണ്ടാണ് നിയ്യത്ത് ചെയ്യാതെ വുളൂ ശരിയാവാത്തത്. ഫർളിൽ ഒന്നാമത്തെ നിയ്യത്താണല്ലോ. അപ്പോൾ ഫർള് ഒഴിവാക്കിയാൽ വുളൂ ശരിയാവുകയില്ല. അടുത്ത 31, ഇനി ജനറലായിട്ടുള്ളതാണ്. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? അതിൽ കൂട്ടത്തിൽ പെടാത്തത് തറയോട്, ഫുട്ബോൾ, നോട്ട്ബുക്ക്, ഇഷ്ടിക എന്നതാണ്. അപ്പോൾ ഇവിടെ ഓഡ് വണ്ണായിട്ട് നമുക്ക് എന്താണ് ഫുട്ബോളായിട്ടാണ് കണ്ടെത്താൻ കഴിയുന്നത്. തറയോട് മറ്റൊരാവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ്. നോട്ട് ബുക്കും നമ്മളൊരാവശ്യത്തിന് എഴുതാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇഷ്ടിക അത് വീട് പണിയാനൊക്കെ ഉപയോഗിക്കും. അതുപോലെ തറയോട് താഴെ നില പാകാൻ ഉപയോഗിക്കും. എന്നാൽ ഇവിടെ ഫുട്ബോൾ നമ്മൾ നേരിട്ട് കളിക്ക് ഉപയോഗിക്കുന്ന, അപ്പോൾ ഇതിൽ പെടാത്തതാണ്. ഓക്കെ, നമ്മൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് മറ്റതൊക്കെ ഒരു കളിക്ക് ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ നമുക്കതൊന്ന് മനസ്സിലാക്കി ഫുട്ബോളാണ് ശരി ഉത്തരമായിട്ട് മനസ്സിലാക്കാനുള്ളത്. 32, ശ്രേണി പൂർത്തിയാക്കുക. 12, 23, 34. അപ്പോൾ അവിടെ അടുത്തത് വരുന്നത് 45 എന്നതാണ്. അവിടെ 12, 1, 2, പിന്നെ 2, 3, 3, 4, പിന്നെ 4, 5 ആ രീതിയിൽ അവിടെ ശ്രേണി പൂർത്തിയാക്കാം. അടുത്തത് ഫാത്തിമക്ക്
300 രൂപയുടെ ചില്ലറ വേണം. ഒരു കടയിൽ നിന്ന് എന്താണ് 10 രൂപ നോട്ടുകൾ 20 എണ്ണവും 5, 2, 1 നാണയങ്ങൾ 10 എണ്ണം വീതവും നൽകി. 300 രൂപയാകാൻ എത്ര രൂപയുടെ കുറവുണ്ട്? അവിടെ 300 രൂപയുടെ ചില്ലറ കിട്ടിയത് 10 രൂപയുടെ 20 നോട്ടുകൾ. അപ്പോൾ അവിടെ 10, 20 നോട്ട് 200 രൂപയായി. പിന്നെ അവിടെ ചില്ലറകളുണ്ട് 5 രൂപ 10 എണ്ണം, അപ്പോൾ 50 രൂപ. അപ്പം 250 ആയിട്ടുണ്ട്. 10, 5, 50 രൂപയായി, അപ്പോൾ 250. പിന്നെ 10 രണ്ടുകളുണ്ട്, അപ്പോൾ 10 രണ്ടുകൾ നമുക്കവിടെ 20 രൂപയായി. 20 രൂപ 10, 2, 20. അപ്പോൾ അവിടെ നമുക്ക് 270 രൂപയായി. പിന്നെ അവിടെ നാണയങ്ങളാണ്, 1 രൂപയുടെ 10 നാണയങ്ങളും. അപ്പോൾ നമുക്കവിടെ 250 ആയി. ബാക്കി ഇനി 300 ആവാൻ 20 രൂപയാണ്. ഓപ്ഷൻ ഡി 20 രൂപയാണ് നമുക്കവിടെ വേണ്ടത് 300 ആവാൻ. അപ്പോൾ അത് അങ്ങനെ ആഡ് ചെയ്ത് നമ്മൾ കണക്കാക്കണം. അടുത്തത് 1500-ാം നബിദിനം എന്ത് പേരിലാണ് സുന്നി വിദ്യാഭ്യാസ ബോർഡ് മദ്രസകളിൽ ആഘോഷിച്ചത്? എന്ത് പേരിലായിരുന്നോ? തിരുവസന്തം. 1500 എന്ന പേരിലാണ് നമ്മൾ ആഘോഷിച്ചത്. ഓപ്ഷൻ സി തിരുവസന്തം 1500. അടുത്തത് ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് അമേരിക്കയെ മറികടന്ന ഇന്ത്യൻ സംസ്ഥാനം. ശിശുമരണ നിരക്കിൽ അമേരിക്കയെ മറികടന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓപ്ഷൻ ഡി കേരളം എന്നതാണ് അവിടെ ശരി. അടുത്തത് 36. അബാക്കസിൽ 897 എന്ന സംഖ്യ കാണിക്കാൻ ജുനൈദ് 100ൻ്റെ സ്ഥാനത്ത് 9 മുത്തുകളും 10ൻ്റെ സ്ഥാനത്ത് 7 മുത്തുകളും 1ൻ്റെ സ്ഥാനത്ത് 8 മുത്തുകളും ഇട്ടു. ഇത് ശരിയാക്കാൻ ഏതൊക്കെ മുത്തുകൾ എങ്ങനെ മാറ്റിയിടണം? ഏതൊക്കെ മുത്തുകൾ എങ്ങനെയൊക്കെയാണ് മാറ്റിയിടേണ്ടത്? ഇവിടെ 100ൻ്റെ സ്ഥാനത്ത് 9 ആണ്. നമുക്ക് അതിന്ന് 10ൻ്റെ സ്ഥാനത്തേക്ക് 1 ഇടണം. 1ൻ്റെ സ്ഥാനത്തുള്ള 8ൽ നിന്ന് 10ൻ്റെ സ്ഥാനത്തേക്ക് 1 മാറ്റിയിടണം. അപ്പോൾ അവിടെ ഓപ്ഷൻ സി 100ൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തും 1ൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തും എടുത്ത് 10ൻ്റെ സ്ഥാനത്ത് ഇടണം എന്നതാണ് അവിടെ ശരി. 37ാമത്തെ ചോദ്യം. താഴെയുള്ളവയിൽ ഇലയില്ലാത്ത ജലസസ്യം. അതിൽ കരിമ്പായൽ എന്നതാണ് അവിടെ. അതിന് ചെറിയൊരു ഇല ഉണ്ട്, എന്നാലും ഇപ്പോൾ വന്നതിൽ ഉള്ളത് കരിമ്പായൽ എന്നതാണ്. അപ്പോൾ അത് നമുക്കവിടെ ടിക്ക് ചെയ്യാം. ഓപ്ഷൻ ബി. അടുത്തത് 2023 റിപ്പോർട്ട് അനുസരിച്ച് മാലിന്യം കൊണ്ട് ശോഷിച്ചു പോയ കേരളത്തിലെ പുഴ ഏതാണ്? അപ്പോൾ അവിടെ കല്ലായി പുഴ എന്ന ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 39. ചെറുധാന്യ ഭക്ഷണമല്ലാത്തത് ഏത് എന്നാണ്. അവിടെ അരിപ്പത്തിരിയാണ്. ചെറുധാന്യം മില്ലറ്റ്, അതുകൊണ്ടല്ലാത്തത് അവിടെ അരിപ്പത്തിരിയാണ്. അടുത്തത് പപ്പായ, ചക്ക, നേന്ത്രപ്പഴം, മുന്തിരി എന്നീ പഴങ്ങളിൽ ഒന്ന് വേറിട്ട് നിൽക്കുന്നു. ഏതാണ്? പപ്പായ, ചക്ക, നേന്ത്രപ്പഴം. ഇതിൽ വേറിട്ട് നിൽക്കുന്നത് മുന്തിരിയാണ്. അതിൽ മുന്തിരിയാണ് വേറിട്ട് നിൽക്കുന്നത്. മറ്റേതൊക്കെ മധുരമുള്ള പഴമാണ്, മറ്റേത് മുന്തിരിയാണ്. പിന്നെ മറ്റൊരു നിലക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്? പപ്പായയിൽ ഉള്ളിൽ കുരുണ്ട്, ചക്കയിലും ഉള്ളിൽ കുരുണ്ട്, മുന്തിരിയിലും ഉള്ളിൽ കുരുണ്ട്. ഓക്കെ. എന്നാൽ നേന്ത്രപ്പഴത്തിന് ഉള്ളിൽ കുരു വരുന്നില്ല, സീഡ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നേന്ത്രപ്പഴം നമുക്കവിടെ ഒരു വേറിട്ട് നിൽക്കുന്നതായിട്ട് നമുക്കവിടെ കാണാം. അപ്പോൾ അവിടെ പപ്പായ, ചക്ക, നേന്ത്രപ്പഴം എന്നതിൽ ഒക്കെ മധുരമുള്ള ഒരു മഞ്ഞ കളറിൽ വരുന്ന പഴമായിട്ട് നമുക്ക് കഴിക്കാം അല്ലേ? മധുരമുള്ള. മുന്തിരി എന്നാൽ എന്താണ്? ഒരു പുളിപ്പുള്ള കളർ വ്യത്യാസം വരുന്ന ഒരു പഴമായിട്ട് നമുക്കവിടെ വ്യത്യാസമായിട്ട് കാണാം. എന്നാൽ സീഡ്സ് കുരു നോക്കുകയാണെങ്കിൽ അതിലും നമുക്കവിടെ വ്യത്യാസം കാണാം. നേന്ത്രപ്പഴമാണ്. അപ്പോൾ അതിൽ എന്താണെന്ന് നമുക്ക് ആൻസർ കീ കറക്റ്റ് ആവുമ്പോൾ അറിയാം കേട്ടോ. പിന്നെന്താണ്? ശരിയായ ജോഡി ഏതാണ്? ഇവിടെ ശരിയായ ജോഡി ഏതാണ്? അപ്പോൾ അവിടെ വ്യത്യാസമായിട്ട് എണ്ണ, ബാർലി എന്നതാണ്. ബാർലി, എണ്ണ, അതാണ് അതിലൊരു ജോഡി മനസ്സിലാക്കാം.
അടുത്തത് എന്താണ്? വേരിൽ നിന്ന് തൈകൾ ഉണ്ടാകുന്ന സസ്യം. വേരിൽ നിന്ന് തൈകൾ ഉണ്ടാകുന്നത് ഓപ്ഷൻ ബി വെള്ളക്കൊന്നക്കാണ്. അതാണ് വേരിൽ നിന്ന് തൈകൾ ഉണ്ടാകുന്നത്. കംപ്ലീറ്റ് ദി സെൻറ്റൻസ്. മൈ ബർത്ത്ഡേ ഈസ് ഡാഷ് ജൂൺ 15th. അവിടെ ഓൺ ജൂൺ 15th എന്നതാണ്. അവിടെ ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കവിടെ ഓൺ ജൂൺ 15th എന്നത് ശരിയായി. ഓപ്ഷൻ ബി. അടുത്തത് വാട്ട് ഈസ് ദ റൈറ്റ്. ഏതാണ് അതിൽ ശരിയായിട്ടുള്ളത്? ക്യൂരിയോസിറ്റി എന്നുള്ളത് ശരിയായത് ഓപ്ഷൻ ഡി എൻ്റെ സ്പെല്ലിംഗ് ആണ്, ക്യൂരിയോസിറ്റി എന്നത്. അടുത്തത് ജലമലിനീകരണം വഴി പടരുന്ന രോഗം. ഹൈപ്പറ്റൈറ്റിസ് എന്ന അതാണ്, അത് ഓപ്ഷൻ സി. അടുത്തത് കൂട്ടത്തിൽപ്പെടാത്ത ഭക്ഷ്യവസ്തു. അതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഓപ്ഷൻ സി. അടുത്തത് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇതിൽ ഏതൊക്കെയാണ് തെറ്റായ പ്രസ്താവനകൾ എന്നതാണ്. അവിടെ സൈക്കിൾ റിക്ഷ ഇന്ധനമില്ലാതെ ഓടുന്നു. സൈക്കിൾ റിക്ഷ ഇന്ധനമില്ലാതെ ഓടുന്നു. അത് എന്താണ്? ശരിയാണ്. ഇന്ധനമില്ലാതെയാണ് സൈക്കിൾ റിക്ഷ ഓടുക. പിന്നെ അടുത്തത് ചരക്ക് ലോറികൾക്ക് 4 ചക്രങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് തെറ്റാണ്. ചരക്ക് ലോറിക്ക് കൂടുതൽ ചക്രങ്ങൾ ഉണ്ടാവും, 4ൽ കൂടുതൽ ഉണ്ടാവും. അപ്പം അത് അതാണ്. പിന്നെ ചെറിയ റോഡുകളിൽ ബൈക്ക് യാത്രക്കാർക്ക് ഹെൽമറ്റ് നിർബന്ധമില്ല. അത് ശരിയല്ല. അത് ഏതിലൂടെ ആണെങ്കിലും ബൈക്ക് യാത്രക്കാരൻ ഹെൽമറ്റ് നിർബന്ധമാണ്, ഏത് റോഡിലൂടെ ആണെങ്കിലും. പിന്നെന്താണ്? സീബ്ര ലൈനിലൂടെ വഴിയാത്രക്കാർ റോഡ് മുറിച്ച് കിടക്കണം. അത് ശരിയാണ്. അപ്പോൾ 1ഉം 4ാമത്തതും ശരിയാണ്. അപ്പോൾ നമുക്ക് തെറ്റായ പ്രസ്താവനകൾ വരുന്നത് ഓപ്ഷൻ സി 2ഉം 3ഉം എന്നതാണ്. ഓപ്ഷൻ സി ആണ്, 2, 3 എന്നതാണ്. അതാണ് തെറ്റായ പ്രസ്താവനകൾ. അടുത്തത് 48. ക്ലോക്കിൽ 3:30 സമയമാകുമ്പോൾ സൂചികളുടെ സ്ഥാനം. ക്ലോക്കിൽ 3:30 ആവുമ്പോൾ സൂചികളുടെ സ്ഥാനം എങ്ങനെയായിരിക്കും? മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയും എവിടെ നിൽക്കുന്നതാണ്? എവിടെയാണ്? മണിക്കൂർ സൂചി 3ലും മിനിറ്റ് സൂചി 6ലും ആണ്. 3:30 ആകുമ്പോൾ മണിക്കൂർ സൂചി 3ലും മിനിറ്റ് സൂചി 6ലും. ഓപ്ഷൻ ഡി. അടുത്തത് കടങ്കഥയ്ക്ക് ഉത്തരം എഴുതാനാണ് 49ാമത്തത്. മണ്ണിനടിയിലെ പൊന്നമ്മ. ഏതാണ് മണ്ണിനടിയിലെ പൊന്നമ്മ? മഞ്ഞ കളറിലുള്ള, പൊന്നിൻ്റെ കളറിലുള്ള, അതാണ് മഞ്ഞൾ. അടുത്തതാ വിക്ടോറിയ വാട്ടർ ലില്ലിയുടെ പ്രത്യേകത എന്താണ്? 50ാമത്തെ ചോദ്യമാണ്. എന്താണ് വിക്ടോറിയ വാട്ടർ ലില്ലിയുടെ പ്രത്യേകത? ഏറ്റവും വലിയ ഇലയുള്ള സസ്യമാണ്. ഏറ്റവും വലിയ ഇലയുള്ള സസ്യം എന്നതാണ് അവിടെ ശരിയടപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇത്രയാണ് 3ാം ക്ലാസ്സിലെ ചോദ്യങ്ങളിൽ ഉള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത എക്സാമിലേക്ക് വേണ്ടിയിട്ട് വീഡിയോസ് വിശദമായിട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ക്ലിയർ ഉള്ളത് കിട്ടിയാൽ, ഇത് കുട്ടികൾ അയച്ചു തന്ന ഫോട്ടോസാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ പഠിച്ചതൊക്കെ അനുസരിച്ച് എല്ലാവർക്കും എഴുതാനൊക്കെ കഴിഞ്ഞ് എന്ന് വിചാരിക്കട്ടെ. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.